ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ രാവിലെ ഇന്ന് കിച്ചു നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:45 ആയിട്ടുണ്ട്. പക്ഷെ കിച്ചു ഒരു 6:30 ആകുമ്പോൾ എണീറ്റതാണ്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് കളിച്ച് പിന്നെ ഇതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പാല് കൊടുത്തപ്പോൾ അവന് പാല് വേണ്ട, ആകെ ക്ഷീണിച്ചു. ഇപ്പോൾ കിച്ചു കണ്ടോ, എൻ്റെ മൂക്കാകെ മാറിയില്ലേ. ഇപ്പോൾ ഭയങ്കര പാല് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, അധികം കുടിക്കണമൊന്നുമില്ല ഇപ്പോൾ. പിന്നെ ഇത് ഉമ്മർത്തായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കപ്പിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ആകുമ്പോൾ മാളും ദേവുട്ടനും കൂടിയിട്ട് പാല് കൊണ്ടുവന്നേരാൻ വരിക കേട്ടോ. അപ്പം മാളുവിന് വേറെ സ്ഥലത്തേക്കും കൊടുക്കാൻ പോകണം. അപ്പോൾ അവളവിടെ നിന്നു ദേവുട്ടൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നേരാൻ കേട്ടോ. കിച്ചേട്ടന് പാലുമായിട്ട് വരുന്നുണ്ടല്ലോ. പാല് കൊടുക്കാൻ കയ്യില് പാല് മാമൻ ഒരു ഉമ്മച്ചിട്ട് പോയി എന്തൊക്കെ പണിടാ മാമന. അങ്ങനെ എന്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞോട്ടാ. ദൃശ്യായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കിച്ചുവിന്റെ പാമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ട് കിച്ചു അച്ഛൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയായിരുന്നു. ഞാൻ നന്നായിട്ട് ലാഗ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയാ, ഞാൻ വീഡിയോസ് എടുക്കും, പക്ഷെ പോസ്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈമും പിന്നെ ഭയങ്കര ക്ഷീണവും പിന്നെ എന്താ പറയുക എഡിറ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രി ഞാൻ പറഞ്ഞു, ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ രാവിലെ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ട് രാത്രിയാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാറ്. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞ് വെച്ചാൽ ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. അത് കാരണം കുറേ ലാഗായി, കുറേ വീഡിയോസിനൊക്കെ നല്ല ഗ്യാപ്പ് വന്നു. ഇനി മാക്സിമം വീഡിയോസ് ഇടണം എന്നുണ്ട്, മാക്സിമം ഇടാട്ടാ. അപ്പം ഇനി ചായ കുടിക്കണം കുറച്ച്. അങ്ങനെ എന്നൊരു ചെറിയ ഡൈമ ലൈഫ് പോലൊക്കെ ഒരു വീഡിയോ ആവും കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ മാള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവള് പോയിട്ട് ഇനി കുറച്ച് നേരം അവരൊക്കെ വരുമായിരിക്കും. പിന്നെന്താ, പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചൊരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ രാവിലെ എണീറ്റിട്ട് അവൻ്റെ സ്നെഗ്ഗി മാറ്റി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കുറച്ച് നേരം സ്നെഗ്ഗി പുറത്ത് നടക്കൂട്ടാ. അപ്പോൾ ആദർശമായിട്ട് എടുത്ത് നടക്കുകയാണ്. അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. നോക്ക്, കിച്ചുവിന്റെ മുഖം ഒക്കെ നോക്കിയാൽ മനസ്സിലാവുണ്ടോ എന്തോ, നന്നായി ക്ഷീണിച്ചില്ല. അവന് എങ്ങടെയെങ്കിലും പോയി കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവന് ഭയങ്കര ക്ഷീണം. ഒന്നാണ് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയില്ലേ, അവിടുന്ന് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവൻ ക്ഷീണിച്ചു. അതുപോലെ തന്നെ നമ്മളന്ന് കോഴിക്കോട് പോയി വന്നില്ലേ, അന്നും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മൂപ്പര് ആകെ ക്ഷീണിച്ചൊരു ഇതായി. ചില ഉണ്ണികൾക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇത്ര അവർ വീട് മാറി നിന്ന് കഴിഞ്ഞു വെച്ചാൽ അവർക്ക് പിന്നെ വീണ്ടും അത് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ നന്നായി ക്ഷീണിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചുവിനും ആ ഒരു ഇതുണ്ട് കേട്ടോ. എവിടേക്കും പോയി വന്നവന് ഭയങ്കര ക്ഷീണം, പിന്നെ പെട്ടെന്ന് അങ്ങനെ മെലിഞ്ഞ് ആകെ കുട്ടി എന്തോ ഒരു പോലെ കൂട്ടാ. ഇനി കുളിക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് പാമ്പേഴ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞു വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ നടക്കൂട്ടാ. കിച്ചു ഇതേ പിന്നെ കുറച്ച് നേരം കമന്ന് കിടന്നതിൻ്റെ ക്ഷീണത്തിൽ ഇതേ മലന്ന് കുറച്ച് നേരം കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇത് അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുക. അപ്പോൾ ഈ ഷീറ്റിൽ എടുത്തിട്ട് അവനെ എണ്ണ തേപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടെ. അപ്പോൾ അവനച്ഛൻ സ്നെഗ്ഗി ഇട്ടിട്ട് ഞാൻ എടുക്കണം. അപ്പോൾ ഫാറ്റ് അപ്പോൾ അവൻ്റെ കാലൊക്കെ തണുത്ത പോലെ വന്നിപ്പോൾ ഞാൻ പുറച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അമ്മ കിച്ചുവിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാട്ടോ. അപ്പൊ അതിന് മുന്നേ കുറെ നേരം എണ്ണ തേച്ചിപ്പോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനും ആദർശനും എന്തായാലും ചായ കുടിക്കാൻ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ചായക്ക് ഉണ്ടായിരുന്നത് ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി നമ്മൾ തലേന്ന് വാങ്ങിച്ചതായിരുന്നു. നമ്മൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെറുതെ വീട്ടിലേക്ക് അമ്മയ്ക്ക് അച്ഛനും പാഴ്സൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ചിക്കൻ കറി. അവരത് കുറച്ചെടുത്തുള്ളൂ തോന്നുന്നു. പിറ്റേ ദിവസത്തേക്ക് അമ്മ കറി നീട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിക്ക്. അങ്ങനെ നമ്മുടെ കിച്ചുവിനെ അവിടെ എണ്ണ തേച്ച് കെടുത്തിയിട്ടുണ്ട്. അവൻ ഒന്നും ഇടാത്ത കാരണമാണ് ഞാൻ അവനെ കാണിക്കാത്ത കേട്ടാ. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. കിച്ചുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ. കിച്ചുവിനെ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അവനെ ഉറക്കി കൊടുക്കാട്ടാ. വേണം കണ്ണും കിരിയൊക്കെ എഴുതി കൊടുക്കാൻ. അമ്മയ്ക്ക് പണിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആദർശേട്ടൻ അമ്മമ്മേനെ കൂട്ടാൻ പോകണട്ടാ. അമ്മമ്മ ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല മഴ ഇവിടെ. അമ്മമ്മയ്ക്ക് വെച്ചാൽ കാറിൽ പോരാൻ പറ്റില്ല, സ്കൂട്ടി ബൈക്ക് കഴിഞ്ഞ് മാത്രമേ വരുള്ളൂ. അത് കാരണം ഇനി മഴ തോർന്ന സമയത്ത് വേഗം അമ്മമ്മേനെ കൂട്ടാൻ പോകണം. നമ്മുടെ കിച്ചെന്തിനാ വാച്ചിരിച്ചെന്നെ ഒക്കെ വേണ്ടേ. അങ്ങനെ കിച്ചപ്പന് കണ്ണും പിരിവൊക്കെ എഴുതിയിട്ട് അവനിങ്ങനെ കെടുത്തിട്ടുണ്ട്. ഇത് പൂച്ചുറക്കാട്ടോ. പെട്ടെന്ന് എനിക്കിട്ടോ അമ്മമ്മേനെ ഊറ്റിട്ട് വരട്ടോ.
കുറച്ച് വലുതായ അന്നെ കൊണ്ടുപോവാ കേട്ടോ. ഇപ്പൊ കൊണ്ടുപോവാൻ സമ്മതിക്കൂലടാ. കുറച്ചെനിക്ക് കൊണ്ടുപോവാ കേട്ടോ. ഇച്ചിരി മറ്റേ ഉറങ്ങണം കേട്ടോ. ഉമ്മ കിട്ടുമ്പോ ഉറങ്ങണോ? അച്ഛനെ തോളില് തട്ടിട്ട് പ്രശംസിക്കുക ഗുഡ് ബോയ്ന്ന്. ആദർശയുടെ അമ്മമ്മനെ കൂട്ടാൻ പോവാട്ടോ. പോയി വരാം. അങ്ങനെ ആദർശയുടെ അമ്മമ്മനെ കൂട്ടാൻ പോയപ്പോൾ ഞാനും അമ്മയും ക്ലീനിങ്ങിലേക്ക് ഇടുന്നുട്ടോ. എനിക്ക് ക്ലീൻ ആക്കേണ്ടത് എൻ്റെ റൂം മാത്രം കേട്ടോ. ചേട്ടൻ പോയത് ഒരു 9 മണിയാകുമ്പോഴാണ്. അങ്ങനെ ഒരു വരുമ്പോൾ ഏതാണ്ട് 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഫുൾ പണിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ റൂം ഒതുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയൊക്കെ ഫുൾ ക്ലീനിങ് ആയിരുന്നു. എൻ്റെ റൂം ആകെ വലിച്ചു വാരിയിട്ടിട്ട് ആകെ അലമ്പായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ച് ഇനി കുളിക്കണം. ചൂടുവെള്ളം കെറ്റിൽ വെച്ചിട്ടേ ഉള്ളൂ. ചൂടായിട്ട് വേണമെങ്കിൽ കുളിക്കാൻ. കിച്ചപ്പം കുറേ നേരം എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. എല്ലാവരും തിരക്കില്ല. അമ്മ അവിടെ കുറേ പണികളിൽ, ഞാനിവിടെ തിരക്കില്ല. അപ്പോൾ അങ്ങനെ കട്ടിൽമ കിടന്ന് അങ്ങനെ കളിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വാശി പിടിച്ചപ്പോൾ അങ്ങനെ കിടത്തി ഉറക്കിയപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. റൂമൊക്കെ ഇപ്പോൾ സെറ്റായി. അപ്പോൾ നല്ല ഇപ്പം തന്നെ ഒരു ആശ്വാസം. ആകെ റൂം അലമ്പ് വെച്ച് അങ്ങനെ അലമ്പായിട്ട് കിടക്കണ്ടായിരുന്നത്. ഞാൻ എന്തായാലും കുളിക്കണം. അപ്പോൾ ഞാൻ വെറുതെ ചക്ക വറുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളമായിട്ട് വേണം വേഗം കുളിക്കാൻ. ഇവിടെ നിറച്ച് സാധനങ്ങൾ വലിച്ചിട്ട്, ഇവിടെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഓൾറെഡി ഇങ്ങനെ അലമ്പായിട്ട് തോന്നും. പക്ഷെ ഇത് ആകെ വലിച്ചു വാരിട്ടേക്കായിരുന്നു. പിന്നെ ഇടയ്ക്ക് പറക്കി വെച്ച് ഇവിടെയൊക്കെ നിറച്ച് സാധനങ്ങളായിരുന്നു. ഇവിടെ കിച്ചണോ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതേ ആദർശേട്ടനും അമ്മമ്മയും എത്തിയിട്ടാ. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ഒരു 9:30 ആകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ എത്തുമ്പോൾ 12:30 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും നേരത്തെ വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഫുൾ പണിയായിരുന്നു. റൂം ഫുൾ ക്ലീൻ ആക്കൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചപ്പം ഇതേ പതുക്കെ ഇങ്ങനെ ഉറക്കം ഉണരുന്നുണ്ട്. അറിയോ അറിയോ അത് പിന്നെ പിന്നെ മകക്കാട് പോകണം. അറിയോ അറിയോ മറന്നോ 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 മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി വന്നിട്ടുണ്ട്. നമുക്ക് മുത്തശ്ശിക്കിട്ട് പണി കൊടുക്കണോ? മുത്തശ്ശി അടുത്ത് കഴിഞ്ഞാൽ മുത്തശ്ശി അച്ഛനിട്ടിട്ട് കൊണ്ട് പോരല്ല. നല്ല മഴയുണ്ട്. അപ്പൊ കിച്ചുവിന് അച്ഛൻ ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്കാനും തോന്നണില്ല. കിച്ചുവിനെ മൂടി പൊതിച്ച് കുറെ നേരം കിടന്നുട്ടാ. പിന്നെ അവന്റെ അർജുമാമ എത്തിയിട്ടുണ്ട്. മാമനൊക്കെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയ കാരണം ശനിയും ഞായറും മാത്രമേ കിട്ടാറുള്ളൂ. ശനിയാഴ്ച അച്ഛൻ ട്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നെന്തോ നേരത്തെ വന്നിട്ടുണ്ടായി. ഗൈസ് എന്റെ കുളിക്ക് കഴിഞ്ഞു കേട്ടാ. കിച്ചു ഇതവിടെ കിടക്കുന്നുണ്ട്, ഇക്കിട്ടെടുക്കുന്നുണ്ട്. അവന് എത്ര പാല് കൊടുത്താലും അവന് വേണ്ട, അവനൊന്നും വേണ്ട. അങ്ങനെ ആകെ ക്ഷീണമായി. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മുഖമൊക്കെ അങ്ങനെ കുഞ്ഞു മുഖമായിരിക്കുന്നു. പിന്നെ ഞാൻ അത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർ കഴിക്കുന്ന സമയത്തേക്ക് വിശന്നില്ല, അപ്പോഴേക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്ന് ചക്കുപ്പേരി പിന്നെ എന്തൊക്കെയോ കറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കുപ്പേരി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ചിക്കൻ കറിയും രാവിലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. കിച്ചു നേരത്തെ പെട്ടെന്ന് എൻ്റെ കാരണം തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ തനിയെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവൻ്റെ അടുത്ത് ഇരിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഉമ്പർത്തിരിക്കുമ്പോഴേക്കും കിച്ചപ്പം എനിക്ക് കിച്ചു എനിച്ചിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ ഇതേ കിച്ചു എനിച്ചപ്പോൾ ചേട്ടൻ വേഗം പോയിട്ട് കിച്ചുവിനെ എടുത്തുട്ടാ. ചേട്ടൻ എപ്പോഴും ചീത്ത കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉണ്ണീനെ എപ്പോഴും കിച്ചു മോളെ കിച്ചമ്മൂ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ചേട്ടൻ തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചീത്ത പറയാം, അങ്ങനെ വിളിക്കാൻ പാടില്ല, ഇത് ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ തേജപ്പിനെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ തേജമ്മൂ എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 3 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പാപ്പൻ്റെ ഓടിക്കും വലിയമ്മോടിക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാപ്പൻ്റെ ഓടിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാനും ആദർശേട്ടനും ഉണ്ണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെറുതെ നടക്കാം, വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കില്ല, പോസ്റ്റ് അടിച്ചിരിക്കായിരുന്നു. അപ്പോൾ കിച്ചുവിനെയും കൂട്ടിയിട്ട് നമ്മൾ ആദ്യം ഇപ്പോൾ പോണത് പാപ്പൻ്റെ ഓടിക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഉണ്ണീനെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. എനിക്ക് അങ്ങനെ 2 അടി നടക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ ഗതച്ചിട്ട് ഒരു വിധവാട്ടാ. കുറച്ച് ദൂരേ ഉള്ളൂ, പക്ഷെ 2 അടി നടക്കുമ്പോഴേക്കും ഭയങ്കര ഗതപ്പ്. അതിന്റെ കൂടെ കിച്ചുവിനും കൂടി എടുത്ത് നടക്കാച്ചെങ്കിൽ എനിക്ക് തീരെ പറ്റണില്ല കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ അർജുൻ്റെ വീട്. അർജുൻ്റെ വീടിനെ തൊട്ടപ്പുറത്താണ് മാളുവിൻ്റെ വീട് കേട്ടോ. മാളുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോണേ. അങ്ങനെ ഇതവളെ സൈഡിലച്ഛൻ ഒരു പട്ടിക്കൂടി ഉണ്ട്. പട്ടിക്കുട്ടി ഇങ്ങനെ ഭയങ്കര കുരക്കലായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചു പേടിക്കോ വിചാരിച്ചപ്പോൾ അതിനുശേഷം അവർ എന്നെ ചേർത്ത് പിടിച്ചങ്ങനെ കൊണ്ട് പട്ടിക്കുട്ടി അവർക്ക് കിടന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മാളുമേമ വരുന്നുണ്ട്. മാളുമേമയ്ക്ക് ഇന്ന് എങ്ങോട്ടൊക്കെ പോകാണ്ടായിരുന്നു. അത് കാരണം വീട്ടിലേക്ക് കാണാൻ. അങ്ങനെ ഇതേ മാള് വന്ന് പിന്നാലിൽ തന്നെ മേമയും അമ്മമ്മയും വരും കേട്ടോ. അവർ എടുക്കാനുള്ള ഇതിലാണ്. മാളുവിനെ കിടക്കില്ല കൊണ്ട് വേഗം കിച്ചുവിനെ എടുത്ത് പോകട്ടെ. മാളും അമ്മമ്മയും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. മേമ നല്ല പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദർശന് പത്തിരി ഇഷ്ടമാണെന്ന് അവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാന്ന് പറയട്ടെ. ഞങ്ങൾക്ക് അച്ഛൻ തീരെ വിശക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത് ഫുഡ് കഴിച്ചിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. വേഗം മേമയും അമ്മമ്മയും എടുത്തോലോ. അപ്പോൾ ഭയങ്കര കരച്ചിലായിട്ട് പിന്നെ ആരുടെ അടുത്തേക്കും പോണില്ല. അങ്ങനെ
കുറച്ച് നേരം അങ്ങനെ നിന്നുട്ടോ, കുറച്ച് നേരം നിന്നുള്ളൂ. പിന്നെ മാം അങ്ങോട്ട് വിളിക്കുമ്പോൾ മൂപ്പര് ഇങ്ങോട്ട് തിരിയുക, ആർക്കും ഫേസ് കൊടുക്കണില്ല. അവനെല്ലാവരും മൂത്തേക്ക് നോക്കാനൊക്കെ ഭയങ്കര ഇതായിട്ട് നമ്മൾ ഇപ്പുറത്തുനിന്ന് കളിപ്പിക്കുമ്പോൾ അവൻ അങ്ങോട്ട് തിരിക്കും, അവിടെ വന്ന് അവൻ ഇങ്ങോട്ട് തല തിരിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മേമയുടെ റിലേറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉണ്ണീനെ അങ്ങനെ നിന്ന് കളിപ്പിക്കുകയാണ്. പിന്നെ ഫസ്റ്റ് അവൻ ആരുടെ അടുത്തും പോയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായിട്ടും ഭയങ്കര സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമന്മാര് കളിക്കണത് നോക്കിയിട്ട് ഇരിക്കട്ടെ കിച്ചൂട്ടൻ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കട്ടെ. അപ്പൊ മാള് കുറച്ച് നേരം വരുള്ളൂ. പിന്നെ ഞാനേ മാലയും കമ്മലൊന്നും ഇടാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. ഒന്നാമതൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ കമ്മലൊന്നും ഇട്ട് നടക്കണതൊക്കെ ഇഷ്ടമല്ലേ സത്യം പറയാ. പിന്നെ മാല ഇപ്പൊ ഇടാത്തത് എന്താന്ന് വെച്ചാല് മാല വലിയ മാലയാണ്. അപ്പൊ നമ്മുടെ ഉണ്ണീനെ എടുക്കുമ്പോൾ ഉണ്ണിയുടെ മേത്ത് അത് കുത്തും, അവനെ നന്നായി വേനിക്കും ചെയ്യും. പിന്നെ മറ്റേ താലിയൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള താലിയാ, ഉണ്ണിയുടെ മേത്ത് തട്ടുമോ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഒന്നാമത് എനിക്ക് വലിയ മാലയായതുകൊണ്ട് തന്നെ വീട്ടിൽ സ്ഥിരം നിൽക്കുമ്പോൾ അത് ഇടാൻ കുറച്ച് കംഫർട്ടബിൾ അല്ല. ഇനി ഒരു കുഞ്ഞ മാല എപ്പോഴെങ്കിലും കൊടുക്കണം. ഇപ്പൊ വീട് പണി നടക്കണോണ്ട് പോസിബിൾ ആവണ കാര്യമില്ല, എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുണ്ട്. അതുകൊണ്ടാട്ടോ. കാരണം പിന്നെ കാണുന്നവരൊക്കെ പറയും എന്താ മോളെ കമ്മലും മാലയൊന്നും ഇടാതെ നടക്കണേന്ന്. എല്ലാവരും ഇവിടെ വീട്ടിൻ്റെ അവിടെ ഉള്ള എല്ലാവരും ചോദിക്കൂട്ടാ. പക്ഷെ എനിക്ക് സത്യം പറയാ എനിക്ക് സെറ്റ് ആവില്ല. കമ്മലൊക്കെ ഇട്ട് നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭാരപ്പെട്ട സാധനം ഇട്ട് നടക്കണം പോലെ എനിക്ക് തോന്നാറ്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ ഫുൾ ടൈം ഒരുങ്ങി നടന്നായിരുന്ന, കണ്ണൊക്കെ എഴുതി ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പറയട്ടെ എന്തിനാ ഇങ്ങനെയൊക്കെ കണ്ണെഴുതി നിൽക്കണേന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയതിട്ടാ. നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ പ്രയോറിറ്റീസ് മാറില്ല. അങ്ങനെ വന്നാൽ മാറ്റാൻ തോന്നുന്നു എനിക്ക് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവരങ്ങൾക്ക് അറിയാൻ നോക്കിയേ എപ്പോഴും എല്ലാവരും പറയണ്ട അരിയെ കമ്മലിട് മാലിട് എന്തിങ്ങനെ നടക്കണേന്ന്. പക്ഷെ ഇതാരട്ടെ ഇപ്പൊ എൻ്റെ കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത്. അങ്ങനെ കിച്ചു ഞാനും പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ മാള് വന്നിട്ട് ഇപ്പോൾ ഓണിൽ വന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മേമയുടെ റിലേറ്റീവ് ഒക്കെ ആയിട്ട് കിച്ചു നല്ല കമ്പനിയായി. പിന്നെ കുറേ നേരം അവരുടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് കിച്ചപ്പൻ ആകെ ട്രൗസറിലും സ്നെഗിലൊക്കെ അപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവനോട് ഇരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. അപ്പം അതിന് മുന്നേ മേമ പറഞ്ഞു ഇത് പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ പത്തിരി കഴിക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം 2 പത്തിരി കഴിച്ചിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം അതൊക്കെ കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പം കിച്ചുവിനെ ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ട്. അപ്പം അത് കുറയ്ക്കൊന്ന് പേടിച്ചിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടി നീങ്ങി നടക്കുന്നുണ്ടാ. കിച്ചു വെച്ചാൽ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചെറിയായിട്ട് പേടിക്കണ പോലെ ഉണ്ടേനും മൂപ്പർക്ക് സൗണ്ട് അതൊക്കെ നല്ല പേടിയാട്ടോ. കിച്ചുവിന് ഇപ്പോൾ ആൾക്കാരേനൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മളയുടെ ഒപ്പം നിന്നിട്ട് വേറെ ഒരാൾ എടുക്കുമ്പോൾ അത് കുറച്ചൊരു ഇതുപോലെ തോന്നി. അങ്ങനെ നമ്മൾ നടക്കണതിൻ്റെ വഴിക്കാണ് ചന്ദ്രമ്മ വിളിച്ചിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അർജുൻ്റെ അച്ഛമ്മ ഒന്ന് എന്താ ഇങ്ങോട്ട് കയറാതെ പോണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടേക്കും കൂടി കയറിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്താറാകുമ്പോഴേക്കും നമ്മുടെ നിത്തുമണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം കിച്ചുവിനും ആദർശാനും കണ്ടപ്പോൾ മാമ വായു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്കും കൂടി കയറിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ബീനേച്ചി ഉണ്ണി ആദ്യമായിട്ട് വന്നതല്ലേ പറഞ്ഞിട്ട് ഉണ്ണിക്ക് തേനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചുവിന്റെ പാമ്പേഴ്സ് ആദർശമായിട്ട് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടനായിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഉണ്ണി പാമ്പേഴ്സിൽ കാര്യം സാധിച്ച കാരണം നമുക്ക് വല്യമ്മോടേക്കും അച്ഛനോടേക്കും ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കട്ടെ. കാരണം നമ്മളങ്ങനെ ഇറങ്ങി കഴിഞ്ഞു വെച്ചാൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും, മോളെ എന്താണ് വിശേഷം എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ ഒന്നാമത് പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ നേരം വൈകൂട്ടാ. അങ്ങനെ വൈകിട്ടായപ്പോൾ ഞാൻ ആദർശേൻ്റെ കാപ്പി വെക്കാട്ടോ. അപ്പോൾ ആദർശേൻ്റെ ഈ കാപ്പി ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മുടെ ജീരകവും മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള ശർക്കര കാപ്പി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കട്ടെ ഞാൻ. നമുക്ക് ഈ അംഗനവാടിയിൽ നിന്ന് ശർക്കരയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കിട്ടിയ ശർക്കരയായിരുന്നു, അത് വലിയ ശർക്കരയായിരുന്നു കേട്ടോ. അപ്പം അമ്മമ്മ അത് ഫുള്ള് എനിക്കിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചു തന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ജീരകവും മല്ലിയും പിന്നെന്താ കുരുമുളകൊക്കെ ഇട്ട് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പം അതൊക്കെ ഫസ്റ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തതേ അച്ഛനും അമ്മമ്മയ്ക്കൊക്കെ ഉള്ള ചായ തിളച്ചോണ്ട് കേട്ടോ. അങ്ങനെ ചായയും കാപ്പിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇതേ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ പുട്ടുകൊണ്ട് എന്തോ ഒരു ഉപ്പാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സംഭവം അധികം ഇഷ്ടമില്ല. അപ്പോൾ ആദർശനും അച്ഛനൊക്കെ അത് ഇഷ്ടമാട്ടോ, അവരത് കഴിക്കുന്നുണ്ട്. ഞാൻ പൊരി ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പം ഞാൻ പൊരിയും കാപ്പിയും കൂടിയിട്ട് കുടിക്കാട്ടോ. അങ്ങനെ ഇത് ആദർശട്ടൻ ആമീനെ അഴിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് പോയിക്കട്ടെ. ആമീനെ ഒന്ന് പുറത്ത് കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മയ്ക്ക് ഒരു ഫോൺ കിട്ടും, അത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഫോണാണ്. ഓരോ സമയം ഓരോരുത്തരിങ്ങനെ വിളിക്കും. പക്ഷെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ട് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാൻ അറിയില്ല കേട്ടോ. നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പം അതിനിടയിൽ ആദർശമായിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ അമ്മമ്മോട് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാന്നൊക്കെ. അപ്പം അമ്മമ്മ പറയട്ടോ അമ്മമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോരാൻ ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മുടെ കിച്ചൂട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പം ആദർശമായിട്ട് ഇതേ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ആദർശനും കൂടിയിട്ട് വെറുതെ ഉമ്മർത്ത് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട്
കുറച്ചു നേരം അങ്ങനെ ഇരുന്നുട്ടാ. പിന്നെ അമ്മ കിച്ചപ്പനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അമ്മമ്മ ഇതേ ഉണ്ണീനെ കളിപ്പിക്കുന്നുണ്ട്, അമ്മ അവനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്ത് വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യായിരുന്നു. അതിൽ വെള്ളം വരുത്താനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഓരോരോ ടെക്നിക്ക് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കിച്ചു സുഖമായിട്ട് കുളിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അവനെ പിടിച്ചു വെച്ചിട്ട് ഞാൻ അവന്റെ പിരികും കണ്ണൊക്കെ രാത്രി ആകുമ്പോൾ എല്ലാം മാഞ്ഞു പോകും. എന്നാൽ ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി കൊടുക്കൂട്ടെ കൈകൊണ്ട്. പിന്നെ ഇതേ അച്ഛനൊക്കെ ഉമ്മർത്തിരുന്ന് ഫോണ് തോണ്ടുകൊണ്ട് കളിക്കുന്നുണ്ട്. കിച്ചപ്പ് ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിച്ചുവിനെ അച്ഛൻ കൊണ്ടുപോയിട്ടാ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയില്ല. അപ്പൊ ഞങ്ങളുടെ 2 ഫോട്ടോ ഫ്രെയിമും അവിടെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ മുന്നേ ഞാൻ കോഴിക്കോട് ഉള്ള സമയത്ത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇപ്പൊ 2-3 വർഷമായിട്ട് 2-2.5 വർഷമായിട്ട് ഉണ്ടാവും ഈ സാധനം വാങ്ങിച്ചിട്ട്. നമ്മൾ ഫോട്ടോ ഒക്കെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് അലമാരയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2 ഫോട്ടോ ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഈ സംഭവം ഇവിടെ സെറ്റ് ആക്കാം. അപ്പൊ ആദർശേട്ടൻ അട്ടയ്ക്ക് ഇത് ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ വെക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഫസ്റ്റ് ഒട്ടിച്ചത് നിലത്തേക്ക് ചാടിപ്പോന്നു. പിന്നെ ഒന്നും കൂടി ഞാൻ നന്നായിട്ട് അമർത്തി സെറ്റാക്കി കൊടുത്തപ്പോൾ അത് അവിടെ സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. അപ്പൊ ഈ 2 ഫോട്ടോ ഫ്രെയിം നമുക്ക് കൊളാബ് കിട്ടിയതായിരുന്നു കേട്ടോ. ആരോ തന്നതായിരുന്നു, ഏതോ പേജിൽ നിന്ന് കുറെ മുന്നേ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പൊ അതിങ്ങനെ അവിടെ സെറ്റാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ കിച്ചു എന്റെ മടിയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ആദർശാടൻ കിച്ചപ്പനെ കളിപ്പിക്കട്ടോ. അപ്പൊ ആദർശാന്റെ തലയിലൊക്കെ കിച്ചു കൂടെ ഇങ്ങനെ തല കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛനാണോ? അച്ഛന്റെ കുസ്ബു ആണത്. ആ ഫോണ് കണ്ട അപ്പോന്റെ മുഖം പറഞ്ഞേക്കല്ലേ. കുസ്ബോ കുസ്ബോ ഇവിടെ നോക്ക് ഫോൺ. എന്റെ കണ്ണാ, എന്റെ ഒരു കണ്ണ് ഇപ്പൊ പോകുന്നതായി തോന്നുന്നു. ഭഗവാനെ കണ്ണിലേ മാറ്റല്ലേ ടിങ്ക, അച്ഛന്റെ കണ്ണിൽ നോക്കല്ലേ ടിങ്ക. പിന്നെ ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 7:30 ആകുമ്പോൾ നമ്മുടെ കിരൺ ചേട്ടൻ വന്നിട്ടുണ്ടായിട്ടോ. ഫ്രൂട്ട്സ് അനക്കെന്താ വേണ്ടേ? മന്തി വേണോ അല്ലെങ്കിൽ അൽഫാം വേണോ? എന്തിനാ പറയണ നീ? അവനാണ് കരയിച്ചാല്. അപ്പൊ ഇതെന്ന് കിരൺ ചേട്ടനെ കണ്ടപ്പോഴും കിച്ചപ്പൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്തോ ഒരു പരിചയക്കേട് പോലെ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടായിട്ട് അവിടെ ചേട്ടൻ്റെ ഒപ്പം സെറ്റായിട്ട് പിന്നെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ട്. അപ്പൊ ചേട്ടനൊന്നും ഇപ്പൊ വേണ്ട പറഞ്ഞിട്ടുണ്ടായി. അച്ഛനൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പൊ അമ്മമ്മയ്ക്ക് അവിടെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനും ആദർശേട്ടനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഫുഡിന് ഉപ്പേരി ഉണ്ടായിരുന്നു, ചീരയുടെ ഉപ്പേരി, ഉണക്കമീൻ വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മൂപ്പര് സെറ്റാവും ഭയങ്കര കൂട്ടായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനും കിരൺചേട്ടനും ആദർശേട്ടനും കൂടിയിട്ട് നമ്മുടെ വല്യമ്മോടിക്ക് പോയിട്ട് രാത്രിയാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന കിച്ചപ്പൻ നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു. കിച്ചു ഞങ്ങൾ വരുമ്പോഴേ തൊട്ടിയിൽ നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കുറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ കിച്ചുവിനെ ഞാൻ റൂമിലേക്ക് കൊടുന്നു. കണ്ടേ ഇവിടെ ഈ ഫോട്ടോ ഒക്കെ വെച്ചപ്പോൾ അവർക്ക് നല്ല ഭംഗിയായിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.